24 എക്സ്ക്ലൂസീവ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായിയെ കൈവിടാതെ വിശ്വഹിന്ദു പരിഷത്ത്. VHPയുടെ ഉപാധ്യക്ഷ സ്ഥാനം ചമ്പത് റായി രാജിവെക്കേണ്ടതില്ലെന്ന് VHP അധ്യക്ഷൻ ആലോക് കുമാർ 24നോട് പറഞ്ഞു. സംഭാവന കൊള്ളയിൽ ക്രമക്കേട് നടത്തിയെന്ന് പ്രതി അവിനാശ് ശുക്ല പോലീസിനോട് സമ്മതിച്ചു. പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. വിശ്വസ്തർ ഉൾപ്പെടെ സംഭാവന കൊള്ളയിൽ പ്രതികളായ സാഹചര്യത്തിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. VHP ഉപാധ്യക്ഷൻ കൂടിയായ ചമ്പത് റായി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും വിവാദങ്ങൾ തുടരുകയാണ്. എന്നാൽ ചമ്പത് റായിയെ കൈവിടില്ലെന്ന സൂചനയാണ് VHPയുടേത്. ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചമ്പത് റായിയെ മാറ്റേണ്ടതില്ലെന്ന് VHP അന്താരാഷ്ട്ര അധ്യക്ഷൻ ആലോക് കുമാർ 24നോട് പറഞ്ഞു. चंपत जी पर किसी चीज में इन्वॉल्वमेंट का कोई आरोप नहीं है. उन्होंने जांच निष्पक्ष हो और दिखे, इसके लिए अपने ट्रस्टी के पद से महामंत्री के पद से त्यागपत्र दिया है. इस समय इतना पर्याप्त है. विश्व हिंदू परिषद इसके बारे में अभी विचार नहीं कर रही है. ഇതിനിടെ സംഭാവന കൊള്ളയിൽ പ്രതി അവിനാശ് ശുക്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി. ക്രമക്കേട് നടത്തിയെന്ന് അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ക്രമക്കേട് നടത്തിയ പണം ഉപയോഗിച്ച് വീടും വസ്തുവും വാങ്ങിയതായി മൊഴി നൽകിയെന്നും വിവരമുണ്ട്. ഇതിനിടെ അയോധ്യയിലെ യോഗ സെന്ററിൽ നിന്നും രാമക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകുന്നതിനുള്ള QR കോഡ് പതിപ്പിച്ച പെട്ടി കണ്ടെത്തി. അതേസമയം ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായി രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ഇന്നലെ അജയ് റായിയെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.